ഹലോ എവ്രി വൺ, വെൽക്കം ടു ടേക്ക് ഇറ്റ് ഈസി. നമുക്കിന്ന് 9ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റ് അവേഴ്സ് ആൻഡ് ഇയേഴ്സ്. അവേഴ്സ് എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾ, ഇയേഴ്സ് വർഷങ്ങൾ അല്ലേ. അപ്പോൾ സമയത്തെക്കുറിച്ചുള്ള ഒരു യൂണിറ്റാണ്. അതിൽ ഒരു ചെറിയ സ്റ്റോറി, ഹാഫ് എ ഡേ, ഒരു ദിവസത്തിനെ കുറിച്ച്, ഒരു ദിവസത്തിൻ്റെ പകുതി ഭാഗം, ഹാഫ് എ ഡേ, ഒരു ദിവസത്തെക്കുറിച്ചുള്ള പാഠമാണ്, സ്റ്റോറിയാണ്. നമുക്കത് പഠിക്കാം. ലെറ്റ്സ് ലോഗിൻ. യെസ്റ്റർഡേ ഈസ് ബട്ട് ടുഡേയ്സ് മെമ്മറി ആൻഡ് ടുമോറോ ഈസ് ടുഡേയ്സ് ഡ്രീം. ഖലീൽ ഗിബ്രാൻ. ഖലീൽ ഗിബ്രാൻ എന്ന് പറയുന്നത് ഒരു ലെബനീസ് അമേരിക്കൻ റൈറ്ററും പോയറ്റൊക്കെയാണ്, കവിയൊക്കെയാണ്. ഈ പേര് ഖലീൽ ഗിബ്രാൻ എന്നുള്ളത് US അങ്ങനെയാണ് വായിക്കുക, ഖലീൽ ഗിബ്രാൻ എന്ന്. എന്നാൽ ലെബനീസിൽ വായിക്കുമ്പോഴേക്ക് ഇറ്റ്സ് ഖലീൽ ജിബ്രാൻ എന്നാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും വായിക്കാം ഇത്. ഓക്കെ, ഖലീൽ ഗിബ്രാൻ എന്ന് വായിക്കാം നമുക്കിപ്പോൾ. അദ്ദേഹം എന്താ പറയുന്നത്? ഇന്നലെ എന്ന് പറയുന്നത്, ഇന്ന് നമുക്ക് ആലോചിക്കുമ്പോൾ ഇന്നലെ എന്താണ്? ഒരു മെമ്മറിയാണ്, ഓർമ്മയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നാളെ എന്ന് പറയുന്നത് എന്താണ്? സ്വപ്നമാണ് അല്ലേ. നാളെ ഇങ്ങനെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കണം എന്നുള്ള സ്വപ്നമാണ് നാളെ എന്ന് പറയുന്നത്. സോ ഇന്നലെ എന്ന് പറയുന്നത് മെമ്മറിയാണ്. യെസ്റ്റർഡേ ഈസ് ബട്ട് ടുഡേയ്സ് മെമ്മറി ആൻഡ് ടുമോറോ ഈസ് ടുഡേയ്സ് ഡ്രീം. ഓക്കെ, അടുത്ത 2-3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അതിൻ്റെ അടിയിലായിട്ട്. ഹൗ ഡസ് ഗിബ്രാൻ റിലേറ്റ് യെസ്റ്റർഡേ ടു ദ പ്രസൻറ്റ്? ഇന്നലെ എങ്ങനെയാണ് ഗിബ്രാൻ പ്രസൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നത്? എങ്ങനെയാണ് ഗിബ്രാൻ റിലേറ്റ്സ് യെസ്റ്റർഡേ ടു ദ പ്രസൻറ്റ് ആസ് എ മെമ്മറി? പിന്നെ ഹൗ ഈസ് ടുമോറോ പ്രസൻറ്റഡ് ഇൻ ദീസ് ലൈൻസ്? ടുമോറോ ഈസ് പ്രസൻറ്റഡ് ആസ് ടുഡേയ്സ് ഡ്രീം. ഇന്ന് സ്വപ്നമായിട്ടാണ് കാണുന്നത് അല്ലേ, ഇന്ന് കാണുന്ന സ്വപ്നമാണ് നാളെ. പിന്നെയോ വാട്ട് ഡു ദീസ് ലൈൻസ് സജസ്റ്റ് അബൌട്ട് ദ പാസേജ് ഓഫ് ടൈം? സമയത്തെക്കുറിച്ച് എന്താണ് ഈ ലൈൻസ് നമുക്ക് പറയുന്നത്? എന്താണ് ഇത് സജസ്റ്റ് ചെയ്യുന്നത് ഈ ലൈൻസ്? ദീസ് ലൈൻസ് സജസ്റ്റ് ദാറ്റ് ടൈം മൂവ്സ് കണ്ടിന്യൂസ്ലി ഫ്രം പാസ്റ്റ് ടു പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. എന്താണ് ഇത് പറയുന്നതാണ്? സമയം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇന്നലെയിൽ നിന്ന് ഇന്നായി, ഇന്ന് നാളെയാണ്. ദാറ്റ് മീൻസ് കണ്ടിന്യൂസ് ആയിട്ട് പാസ്റ്റിൽ നിന്ന് പ്രസൻറ്റ് എത്തുന്നു, പ്രസൻറ്റിൽ നിന്ന് ഫ്യൂച്ചറിലേക്ക് എത്തുന്നു. സമയം ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. ടൈം മൂവ്സ് ഓൺ കോൺസ്റ്റൻ്റ്ലി ഷേപ്പിംഗ് അവർ പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. എന്താ പറയുന്നത്? സമയം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. സമയം ഒരിക്കലും നിൽക്കുന്നില്ല, അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ഫ്യൂച്ചറിനെയും നമ്മുടെ പാസ്റ്റിനെയും നമ്മുടെ പ്രസൻറ്റിനെയൊക്കെ കണക്ട് ചെയ്ത് അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. സമയം ഒരിക്കലും നിൽക്കുന്നില്ല. മാത്രം നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സമയം ചെയ്യുന്നത്. നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ജീവിതത്തിലൊക്കെ മാറ്റം വരികയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് സമയത്തിൽ ഒരു മാറ്റവും വരുന്നില്ല, അത് പോയിക്കൊണ്ടേയിരിക്കുന്നു. Memories are like threads woven into the fabric of our lives in moments of joy and sorrow. Do you agree? എന്താ പറയുന്നത്? നമ്മുടെ ഒരു തുണി, നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു തുണി എന്ന് പറയുന്നത് ഒരുപാട് നൂലുകൾ ചേർന്നാണ് ഉണ്ടാക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതവും നിരവധി ഓർമ്മകൾ ചേർന്നാണ് രൂപപ്പെടുന്നത്. അതിൽ സന്തോഷമുണ്ടാവാം, സങ്കടങ്ങളുണ്ടാവാം, അങ്ങനെ പല ഓർമ്മകൾ ചേർന്ന് രൂപപ്പെടുന്നതാണ് നമ്മുടെ ജീവിതം അല്ലേ. സന്തോഷവും സങ്കടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് നിങ്ങൾ അതുമായിട്ട് അഗ്രി ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. Now let's read a short story portraying a man's journey of life and the changes that take place in his surroundings and society. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെറിയൊരു ഷോർട്ട് സ്റ്റോറിയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, പിന്നെ അവൻ്റെ സൊസൈറ്റിയിലും അവൻ്റെ സറൗണ്ടിങ്സിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ചെറിയൊരു സ്റ്റോറിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഹാഫ് എ ഡേ അല്ലേ, പകുതി ദിവസം, അര ദിവസം എന്നുള്ള അർത്ഥമാണ്. എഴുതിയ ആളുടെ പേര് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. NAGUIB മെഹഫൂസ്. അപ്പോൾ നെറ്റിൽ അടിച്ച് നോക്കുമ്പോൾ അത് നജീബ് മെഹഫൂസ് എന്ന് വായിക്കാമെന്നാണ് പറയുന്നത്. സോ ലെറ്റ്സ് റീഡ് ഇറ്റ് ആസ് നജീബ് മെഹഫൂസ് കേട്ടോ. നോക്കാമല്ലോ, 1ാമത്തെ പാരഗ്രാഫ് നോക്കിയേ. ഐ പ്രൊസീഡഡ് അലോങ് സൈഡ് മൈ ഫാദർ ക്ലച്ചിങ് ഹിസ് റൈറ്റ് ഹാൻഡ് റണ്ണിങ് ടു കീപ്പ് അപ്പ് വിത്ത് ഹിസ് ലോങ് സ്ട്രൈഡ്സ്. എന്താ പറയുന്നത്? ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ തന്നെ പ്രൊസീഡ് ചെയ്തു, മുന്നോട്ട് നടന്നു. എങ്ങനെയാണ്? അലോങ് സൈഡ് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കൂടെ തന്നെ നടന്നു. ക്ലച്ചിങ് എന്ന് പറഞ്ഞാൽ മുറുകെ പിടിച്ചുകൊണ്ട്, ഹിസ് റൈറ്റ് ഹാൻഡ് വലത് കൈ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. എങ്ങനെയാണ്? റണ്ണിങ് ടു കീപ്പ് അപ്പ് വിത്ത് ഹിസ് ലോങ് സ്ട്രൈഡ്സ്. അച്ഛൻ സ്പീഡിലാണ് നടക്കുന്നത് അല്ലേ. നീളമുള്ള ചൂടുകളാണ് അച്ഛൻ്റെത്. ലോങ് സ്ട്രൈഡ്സ് ആണ്. സ്ട്രൈഡ്സ് എന്ന് പറഞ്ഞാൽ ചൂടുകൾ, നീളമുള്ള സ്റ്റെപ്സ് ആണ്. അപ്പോൾ അച്ഛൻ്റെ കൂടെ എത്താൻ വേണ്ടി ഞാൻ ഓടി, അച്ഛൻ്റെ കൂടെ തന്നെ എത്താൻ വേണ്ടി ഓടിക്കൊണ്ടിരുന്നു. പിന്നെ ഓൾ മൈ ക്ലോത്ത്സ് വെർ ന്യൂ. എൻ്റെ എല്ലാ ഡ്രസ്സൊക്കെ പുതിയതായിരുന്നു. ദ ബ്ലാക്ക് ഷൂസ്, കറുത്ത ഷൂസ് ഉണ്ടായിരുന്നു. ദ ഗ്രീൻ സ്കൂൾ യൂണിഫോം പച്ച കളറുള്ള യൂണിഫോം ഉണ്ടായിരുന്നു. ആൻഡ് ദ റെഡ് ടാർബൂഷ്, ചുവന്ന തൊപ്പി ഉണ്ടായിരുന്നു. മൈ ഡിലൈറ്റ് ഇൻ മൈ ന്യൂ ക്ലോത്ത്സ് ഹവർ വാസ് മിക്സ്ഡ്, ഫോർ ദിസ് വാസ് നോ ഫീസ്റ്റ് ഡേ ബട്ട് ദ ഡേ ഓൺ വിച്ച് ഐ വാസ് ടു ബി കാസ്റ്റ് ഇൻ ടു സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം. എന്താണ്? എനിക്ക് പുതിയ ഡ്രസ്സും പുതിയ ഷൂസും ഒക്കെ ഉണ്ടെങ്കിലും എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് മുഴുവനായിരുന്നില്ല. കാരണം ഇതൊരു ആഘോഷത്തിൻ്റെ ദിവസമൊന്നുമല്ല, ഞാൻ ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുന്ന ദിവസം ആയതുകൊണ്ട് തന്നെ എൻ്റെ സന്തോഷം അങ്ങനെ പൂർണ്ണമായിരുന്നില്ല എന്നാണ് പറയുന്നത്. മൈ മദർ സ്റ്റുഡ് അറ്റ് ദ വിൻഡോ വാച്ചിങ് അസ്. എന്താ പറയുന്നത്? എൻ്റെ അമ്മ ജനലിൻ്റെ അടുത്ത് തന്നെ ഞങ്ങളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു.
ആൻഡ് ഐ വുഡ് ടേൺ ടുവേർഡ് ഹെർ ഫ്രം ടൈം ടു ടൈം. എന്താണ്, അച്ഛൻ്റെ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്മേനെ തിരിഞ്ഞു നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പീലിംഗ് ഫോർ ഹെൽപ്പ്, അപേക്ഷിക്കുന്ന പോലെ, അമ്മ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ, എന്നെ സ്കൂളിലേക്ക് പറഞ്ഞു വിടലേ എന്ന് അപേക്ഷിക്കുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അമ്മയെ തിരിഞ്ഞു നോക്കിക്കൊണ്ടേയിരുന്നു. വി വാക്ക്ഡ് എലോങ് എ സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ്. ഞങ്ങളൊരു സ്ട്രീറ്റിലേക്ക്, ഒരു തെരുവിലേക്കൂടി നടന്നു. രണ്ട് സൈഡിലും എന്താണ്, മുഴുവൻ ഗാർഡൻസ്, പൂന്തോട്ടം, ചെടികളുണ്ടായിരുന്നു. ഓൺ ബോത്ത് സൈഡ്സ് വെർ എക്സ്റ്റെൻസീവ് ഫീൽഡ്സ് പ്ലാന്റഡ് വിത്ത് ക്രോപ്സ്, പ്രിക്ലി പിയേഴ്സ്, ഹെന്ന ട്രീസ് ആൻഡ് ഫ്യൂ ഡേറ്റ് പാംസ്. എന്തൊക്കെയാണ്, പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലുമായിട്ട് പലതരത്തിലുള്ള ചെടികളുണ്ടായിരുന്നു, പല വിളകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്താണ്, ഹെന്ന ട്രീസ് ഉണ്ടായിരുന്നു, മൈലാഞ്ചിയുടെ ചെടികൾ, മരങ്ങളുണ്ടായിരുന്നു. പിന്നെ പ്രിക്ലി പിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കള്ളിമുൾ ചെടിയിൽ അതിൻ്റെ പഴങ്ങൾ, അത് നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്താണ്, ഡേറ്റ് പാംസ് അല്ലേ, ഈത്തപ്പഴം ഒക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പലതും നിറഞ്ഞു നിൽക്കുന്ന ഫ്രൂട്ട്സും ചെടികളും പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന റോഡിലേക്കൂടെയാണ് ഞങ്ങൾ നടന്നു പോയത്. Why school? I challenged my father openly. I shall never do anything to annoy you. Why school? എന്തിനാ എന്നെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നത്? വൈ സ്കൂൾ? എന്തിനാ എന്നെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നത്? ഞാൻ എൻ്റെ ഫാദറിനോട് ഓപ്പണായിട്ട് തന്നെ ധൈര്യത്തോടു കൂടി ചോദിച്ചു, എന്തിനാ എന്നെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നത് എന്ന് ചോദിച്ചു. ഓക്കെ, ഞാൻ എന്ത് ചെയ്യില്ല, ഐ ഷാൽ നെവർ ഡു എനിത്തിങ് ടു അനോയ് യു. ഞാൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി, നിങ്ങളെ എന്താണ് ശല്യപ്പെടുത്താൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്യില്ല. പിന്നെ എന്തിനാ എന്നെ നിങ്ങൾ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നത് എന്ന് ഞാൻ അച്ഛനോട് ധൈര്യത്തോടു കൂടി ചോദിച്ചു. അപ്പോൾ മൂന്നാമത്തെ പാരഗ്രാഫ് നോക്കൂ. ഐ എം നോട്ട് പണിഷിങ് യു, ഐ എം നോട്ട് പണിഷിങ് യു, ആം ഐ? ഹീ സെഡ് ലാഫിങ്. ചിരിച്ചോട് അച്ഛൻ പറഞ്ഞു, ഐ എം നോട്ട് പണിഷിങ് യു, ഞാൻ നിന്നെ ശിക്ഷിക്കലൊന്നല്ല മോനെ. ആം ഐ? ഞാൻ ശിക്ഷിക്കലാണോ നിന്നെ? ക്വസ്റ്റ്യൻ ടാഗാണ് കേട്ടോ, അത് ക്വസ്റ്റ്യൻ ടാഗ്. ഐ എം നോട്ട് പണിഷിങ് യു, ആം ഐ? ഓക്കെ, ക്വസ്റ്റ്യൻ ടാഗ്. അച്ഛൻ ചോദിക്കലാണ്, ഞാൻ നിന്നെ ശിക്ഷിക്കലൊന്നല്ല, ആണോ? അല്ലല്ലോ എന്ന് പറഞ്ഞു. സ്കൂൾ ഈസ് നോട്ട് എ പണിഷ്മെൻറ്റ്. സ്കൂൾ എന്ന് പറയുന്ന ഒരു പണിഷ്മെൻറ്റോ ശിക്ഷയൊന്നും അല്ല. ഇറ്റ്സ് ദ ഫാക്ടറി ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. എന്താണ്, അതൊരു ഫാക്ടറിയാണ്, യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ ഉപകാരപ്രദമായ മനുഷ്യന്മാരെ കുട്ടികളിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ് ഈ സ്കൂൾ എന്ന് പറയുന്നത്. ഡോണ്ട് യു വോണ്ട് ടു ഗ്രോ അപ്പ്? നിനക്ക് നല്ല മുതിർന്ന വലിയ ആളായി മാറണ്ടേ, വളർന്ന് വലിയ ആളായി മാറണ്ടേ നിനക്ക് എന്ന് അച്ഛൻ ചോദിച്ചു. ഐ വാസ് നോട്ട് കൺവിൻസ്ഡ്. I did not believe there was really any good to be had in tearing me away from the intimacy of my home and throwing me into this building. എന്താ പറയുന്നത്? അച്ഛൻ പറഞ്ഞൊന്നും കേട്ടൊന്നും എനിക്ക് അങ്ങോട്ട് കൺവിൻസ് ആയിട്ടില്ല, അതിലൊന്നും ഞാൻ തൃപ്തനായിട്ടില്ല. ഞാൻ വിശ്വസിക്കലാണ് എന്ത്, ഐ ഡിഡ് നോട്ട് ബിലീവ് ദർ വാസ് എനി, ഇതിലൊന്നും ഒരു കാര്യമില്ല. അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, എനിക്ക് ഏറ്റവും ആത്മബന്ധമുള്ള, ഇൻറ്റിമസി എന്ന് പറഞ്ഞാൽ ആത്മബന്ധം, എനിക്ക് ഏറ്റവും ആത്മബന്ധമുള്ള സ്ഥലമാണ് എൻ്റെ വീട്. അവിടെ നിന്ന് എന്നെ പറിച്ചു മാറ്റിയിട്ട്, അല്ലേ, ടിയറിങ് എവേ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പറിച്ചു മാറ്റിയിട്ട് എന്നെ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ, സ്കൂളിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ടിട്ട് ഞാൻ നന്നാവുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നാണ് ആ കുട്ടി പറയുന്നത് കേട്ടോ. ഞാൻ കൺവിൻസ് ആയിട്ടേ ഇല്ല. ഐ ഡിഡ് നോട്ട് ബിലീവ് ദർ വാസ് റിയലി എനി ഗുഡ് to be had in tearing me away from the intimacy of my home. വീടിൻ്റെ ഇൻറ്റിമസി, ആത്മബന്ധത്തിൽ നിന്ന് എന്നെ പറിച്ചെറിഞ്ഞിട്ട് എന്നിട്ടോ ത്രോയിങ് മീ ഇൻ ടു ദിസ് ബിൽഡിംഗ്, ഈ ബിൽഡിങ്ങിലേക്ക് എന്നെ വലിച്ചെറിഞ്ഞിട്ട് ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ് ലുക്ക് ലൈക്ക് സം ഹ്യൂജ് ഹൈ വാൾഡ് ഫോർട്രസ് സ്റ്റേൺ ആൻഡ് ഗ്രിം. എന്താ പറയുന്നത്, ആ സ്കൂൾ കണ്ടപ്പോൾ എനിക്കെന്താ തോന്നിയെന്ന് ചോദിച്ചാൽ വലിയ, അല്ലേ, മുഴുവൻ എന്താണ് മതിലുകളാൽ ചുറ്റപ്പെട്ട ഭയങ്കര കർക്കശമായിട്ടുള്ള കഠിനമായിട്ടുള്ള ഒരു കോട്ട പോലെയാണ് എനിക്ക് തോന്നിയത് ആ സ്കൂൾ കണ്ടപ്പോൾ എന്നാണ് കുട്ടി പറയുന്നത്. വെൻ വി അറൈവ്ഡ് അറ്റ് ദ ഗേറ്റ് വി കുഡ് സീ ദ കോർട്ട്യാർഡ് വാസ്റ്റ് ആൻഡ് ക്രാംഡ് ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. എന്താ പറയുന്നത്, ഞങ്ങൾ അവിടെ എത്തിയപ്പോഴെന്താണ്, വലിയ മുറ്റമുണ്ട്, അല്ലേ, കോർട്ട്യാർഡ് എന്ന് പറഞ്ഞാൽ മുറ്റം, വലിയ മുറ്റം, വളരെ വിശാലമായിട്ടുള്ള മുറ്റമാണ്. അത് മുഴുവൻ എന്താണ്, ആൺകുട്ടികളും പെൺകുട്ടികളും, കുട്ടികളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ക്രാംഡ് എന്ന് പറഞ്ഞാൽ CRAMMED ഈസ് തിങ്ങി നിറഞ്ഞ കേട്ടോ. ഗോയിൻ ബൈ യുവർ സെൽഫ് സെഡ് മൈ ഫാദർ ആൻഡ് ജോയിൻ ദം. എന്താ പറഞ്ഞത്, ഇനി നീ തന്നെ ഒറ്റയ്ക്ക് പോയിട്ട് അവരുടെ കൂടെ കൂടൂ എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ് ആൻഡ് ബി ഗുഡ് എക്സാമ്പിൾ ടു അതേഴ്സ് വോണ്ട് യു. എന്താ പറയുന്നത്, നല്ല ചിരിച്ച മുഖത്തോടു കൂടി പോയിട്ട് നല്ലൊരു മാതൃകയാവും, എല്ലാവർക്കും നല്ലൊരു മാതൃകയായി നല്ലൊരു കുട്ടിയായിട്ട് അവരുടെ കൂടെ ചെല്ലൂ എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. ഐ ഹെസിറ്റേറ്റഡ് ആൻഡ് ക്ലങ് ടു ഹിസ് ഹാൻഡ്. എന്താ പറയുന്നത്, ഞാൻ പോകാൻ വേണ്ടി മടിച്ചു. ഐ ഹെസിറ്റേറ്റഡ്, ഞാൻ മടിച്ചു പോകാൻ. ആൻഡ് ക്ലങ് ടു ഹിസ് ഹാൻഡ്, ഞാൻ അച്ഛൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ബട്ട് ഹി ജെൻലി പുഷ് മീ ഫ്രം ഹിം. എന്താണ്, എന്നെ പതുക്കെ അച്ഛനിൽ നിന്നും എന്നെ പതുക്കെ തള്ളി മാറ്റി. ബി ബോൾഡ് ഹീ സെഡ്. എന്താ പറഞ്ഞത്, ധൈര്യമായിരിക്കും. ബി ബോൾഡ്, ധൈര്യമായിട്ട് നീ ചെല്ലൂ. ടുഡേ യു ട്രൂലി ബിഗിൻ ലൈഫ്. ഇന്നാണ് നീ ശരിക്കും നിൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. യു വിൽ ഫൈൻഡ് മീ വെയിറ്റിംഗ് ഫോർ യു വെൻ ഇറ്റ്സ് ടൈം ടു ലീവ്.
സ്കൂൾ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ പുറത്ത് നിന്നെ കാത്തു നിൽക്കുന്നത് നിനക്ക് എന്നെ കാണാൻ കഴിയും. ഞാനവിടെ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാകും. ഐ ടുക്ക് എ ഫ്യൂ സ്റ്റെപ്സ്. ഞാൻ കുറച്ച് നടന്നു. ദെൻ സ്റ്റോപ്ഡ്. എന്നിട്ട് അവിടെ നിന്നിട്ട് ആൻഡ് ലുക്ഡ്. നോക്കി. ബട്ട് സോ നത്തിങ്. പക്ഷെ ഒന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ദെൻ ദ ഫേസസ് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് കെയിം ഇൻ ടു വ്യൂ. അപ്പോൾ പെട്ടെന്ന് അവിടെ നിൽക്കുന്ന കുട്ടികളുടെ മുഖം എൻ്റെ മുമ്പിലേക്ക് എനിക്ക് കാണാൻ പറ്റി. ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയൊക്കെ മുഖം എനിക്ക് കാണാൻ കഴിഞ്ഞു. ഐ ഡിഡ് നോട്ട് നോ എ സിംഗിൾ വൺ ഓഫ് ദം. അവരിൽ ആരെയും എനിക്കറിയില്ല. ഐ ഡിഡ് നോട്ട് നോ എ സിംഗിൾ വൺ ഓഫ് ദം. അതിൽ ഒരാളെ പോലും എനിക്ക് അറിയില്ല. നൺ ഓഫ് ദം ന്യൂ മീ. അവർക്കാർക്കും എന്നെയും അറിയില്ല. ഐ ഫെൽറ്റ് ഐ വാസ് എ സ്ട്രേഞ്ചർ ഹു ഹാഡ് ലോസ്റ്റ് ഹിസ് വേ. ഞാനൊരു സ്ട്രേഞ്ചർ അല്ലെ, ഒരു അപരിചിതൻ, വഴി നഷ്ടപ്പെട്ട ഒരു എന്താ പറയുക, യാത്ര ചെയ്യുമ്പോൾ വഴി തെറ്റിപ്പോയ ഒരു യാത്രികനെ പോലെ, ഒരു വഴിയാത്രക്കാരനെ പോലെയാണ്, അപരിചിതനെ പോലെയാണ് എനിക്ക് എന്നെ തന്നെ ഫീൽ ചെയ്തത്. ബട്ട് ഗ്ലാൻസസ് ഓഫ് ക്യൂരിയോസിറ്റി വെർ ഡയറക്റ്റഡ് ടുവേർഡ് മീ ആൻഡ് എ ബോയ് അപ്രോച്ച്ഡ് ആൻഡ് ആസ്ക്ഡ് ഹൂ ബ്രോട്ട് യു. എന്താണ് അപ്പോൾ ക്യൂരിയസ് ആയിട്ട് കുട്ടികളൊക്കെ പിന്നെ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും അല്ലേ. എല്ലാവരും ക്യൂരിയസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. ആദ്യമായിട്ട് സ്കൂളിൽ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ആകാംക്ഷയോടുകൂടി നോക്കും. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ആൺകുട്ടി അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവൻ അപ്രോച്ച്ഡ് എന്ന് പറഞ്ഞാൽ സമീപിക്കുക. അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവനെ സമീപിച്ചിട്ട് അവനോട് ചോദിച്ചു, ഹൂ ബ്രോട്ട് യു. നിന്നെ ആരാണ് ഇവിടെ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു. മൈ ഫാദർ, ഐ വിസ്പേർഡ്. എന്താണ് എൻ്റെ അച്ഛനെന്ന് ഞാൻ പതുക്കെ പറഞ്ഞു. വിസ്പേർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പതുക്കെ മന്ത്രിച്ചു, ഞാൻ പതുക്കെ പറഞ്ഞു എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഞാൻ പതുക്കെ പറഞ്ഞു. മൈ ഫാദർ ഇസ് ഡെഡ്, ഹീ സെഡ് ക്വൈറ്റ് സിംപ്ലി. എൻ്റെ അച്ഛൻ മരിച്ചുപോയി എന്ന് ആ കുട്ടി വളരെ സിമ്പിളായിട്ട് കാഷ്വലായിട്ട് പറഞ്ഞു. എൻ്റെ അച്ഛൻ മരിച്ചുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്, ഐ ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ. എന്താ പറയേണ്ടതെന്ന് പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് എന്താ പറയേണ്ടതെന്ന് അറിയാൻ പറ്റിയില്ല. ദ ഗേറ്റ് വാസ് ക്ലോസ്ഡ് ലെറ്റിംഗ് ഔട്ട് എ പിറ്റിയബിൾ സ്ക്രീച്ച്. എന്താ പറയുന്നത്, അങ്ങനെ ഞങ്ങളെല്ലാവരും ഉള്ളിലെത്തിയതിന് ശേഷം ഗേറ്റ് അടച്ചു. എങ്ങനെയാണ്, വല്ലാത്തൊരു ശബ്ദത്തോടു കൂടി അല്ലേ. ഗേറ്റ് അടയ്ക്കുന്ന ശബ്ദം അറിയാലോ. അങ്ങനെയുള്ളൊരു സ്ക്രീച്ച് എന്ന് പറഞ്ഞാൽ കർക്കശമായ ശബ്ദം, അല്ലെങ്കിൽ വളരെ പരുക്കനായിട്ടുള്ള ശബ്ദം എന്നുള്ള അർത്ഥമാണ് അല്ലേ. ആ ഒരു ശബ്ദത്തോടു കൂടി ഗേറ്റ് അടച്ചു. സം ഓഫ് ദ ചിൽഡ്രൻ ബേസ്റ്റ് ഇൻ ടു ടിയേഴ്സ്. കുറച്ച് കുട്ടികൾ കരയാൻ വേണ്ടി തുടങ്ങി. ബേസ്റ്റ് ഇൻ ടു ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ കരച്ചിൽ അണ പൊട്ടി ഒഴുകി, അവർ കരയാൻ വേണ്ടി തുടങ്ങി. ദ ബെൽ റാങ്. അങ്ങനെ മണി അടിച്ചു. എ ലേഡി കെയിം എലോങ് ഫോളോഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് മെൻ. എന്താണ്, ഒരു ലേഡി വന്നു, അവരുടെ കൂടെ കുറച്ച് ആണുങ്ങളും വന്നു. ഫോളോഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് മെൻ. കുറച്ച് ആണുങ്ങളും ആ ലേഡിയെ ഫോളോ ചെയ്ത് വന്നു. ദ മെൻ ബിഗാൻ സോർട്ടിങ് അസ് ഇൻ ടു റാങ്ക്സ്. എന്താണ്, ആ ആണുങ്ങളൊക്കെ വന്നിട്ട് ഞങ്ങളെ എല്ലാവരും ഓരോരോ ഗ്രൂപ്പായിട്ട് തിരിക്കാൻ വേണ്ടി തുടങ്ങി. ദിസ് ഈസ് യുവർ ന്യൂ ഹോം സെഡ് ദ വുമൺ. ഇത് നിങ്ങളുടെ പുതിയ വീടാണ് എന്ന് ആ ലേഡി, ആ വുമൺ പറഞ്ഞു. ഹിയർ ടു ദർ ആർ മദേഴ്സ് ആൻഡ് ഫാദേഴ്സ്. ഹിയർ ടു, ഇവിടെയും എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഹിയർ ടു, ഇവിടെയും ദർ ആർ മദേഴ്സ് ആൻഡ് ഫാദേഴ്സ്, ഇവിടെയും അച്ഛന്മാരും അമ്മമാരും ഉണ്ട്. ഹിയർ ദർ ഇസ് എവ്രിതിങ് ദാറ്റ് ഈസ് എൻജോയബിൾ ആൻഡ് ബെനിഫിഷ്യൽ ടു നോളജ് ആൻഡ് ലൈഫ്. എന്താ പറയുന്നത്, ഇവിടെയുള്ളതെല്ലാം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനും പിന്നെ അതുപോലെ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ലൈഫിനും നിങ്ങളുടെ നോളജൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും ഉപകാരപ്പെടാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്ന എല്ലാം. ബെനിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ ഉപകാരപ്രദമായ കേട്ടോ. നിങ്ങളുടെ നോളജ്, അറിവ് വർദ്ധിക്കുന്നതിനായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടാകുക എന്ന് ആ ലേഡി പറഞ്ഞു. ഡ്രൈ യുവർ ടിയേഴ്സ് ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുള്ളി. വോണ്ട് യു. എന്താ പറയുന്നത്, മുഖത്തെ കണ്ണുനീരൊക്കെ തുടച്ചു കളയൂ, എന്നിട്ട് ജീവിതത്തെ വളരെ സന്തോഷത്തോടു കൂടി നേരിടാൻ പഠിക്കൂ. നിങ്ങൾ ചെയ്യില്ലേ അങ്ങനെ? വോണ്ട് യു എന്ന് ചോദിച്ചു. വി സബ്മിറ്റഡ് ടു ദ ഫാക്ട്സ്. എന്താ പറയുന്നത്, ഞങ്ങളങ്ങനെ ഓക്കെ, ഞങ്ങൾ അതുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ആയി അല്ലേ. നമ്മൾ സ്വയം അർപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് സബ്മിറ്റഡ് എന്നുള്ള അർത്ഥം കേട്ടോ. ഞങ്ങൾ അങ്ങനെ ആ യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെട്ടു, സബ്മിറ്റായി, അതിനെ അർപ്പിച്ചു ഞങ്ങളെ സ്വയം. ആൻഡ് ദിസ് സബ്മിഷൻ ബ്രോട്ട് എ സോർട്ട് ഓഫ് കണ്ടെയ്ൻമെൻറ്റ്. എന്താ പറയുന്നത്, ഈ ഒരു സബ്മിഷൻ ഇങ്ങനെ ഞങ്ങളങ്ങനെ സമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ അത് ഞങ്ങൾ ഒരു സംതൃപ്തി ഞങ്ങളിൽ ഉണ്ടാക്കി. ലിവിങ് ബീയിങ്സ് ആർ ഡ്രോൺ ടു അതർ ലിവിങ് ബീയിങ്സ്. ലിവിങ് ബീയിങ്സ് ആർ ഡ്രോൺ ടു അതർ ലിവിങ് ബീയിങ്സ്. എന്താണ് അതിൻ്റെ അർത്ഥം? ലിവിങ് ബീയിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവജാലങ്ങളൊക്കെ മറ്റൊരു വ്യക്തിയിൽ ആകർഷിക്കപ്പെടുന്നു, അല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങളുമായിട്ട് വേഗം തന്നെ അട്രാക്റ്റായി ആകർഷിക്കപ്പെടാറുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചത്? ആൻഡ് ഫ്രം ദ ഫസ്റ്റ് മൊമെൻറ്റ് മൈ ഹാർട്ട് മെയ്ഡ് ഫ്രണ്ട്സ് വിത്ത് സച്ച് ബോയ്സ് ആസ് വേർ ടു ബി മൈ ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ കൂട്ടുകാരാക്കാൻ പറ്റുന്ന ആൺകുട്ടികളുമായിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഫ്രണ്ട്സായി. വളരെ വേഗം തന്നെ എൻ്റെ ഹാർട്ട് അവരുമായിട്ട് ഫ്രണ്ട്സ് ആവാൻ വേണ്ടി കൊതിച്ചു, അല്ലെങ്കിൽ ഞാൻ വേഗം തന്നെ അവരുമായിട്ട് കൂട്ടായി. ആൻഡ് ഫെൽ ഇൻ ലവ് വിത്ത് സച്ച് ഗേൾസ് ആസ് ഐ വാസ് ടു ബി ഇൻ ലവ് വിത്ത്. എന്താണ്, എനിക്ക് സ്നേഹിക്കപ്പെടേണ്ടതായിട്ടുള്ള ഗേൾസുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ സ്നേഹം, മീൻസ് കുട്ടികളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവരെന്താണ് വേഗം തന്നെ ഫ്രണ്ട്സായി എന്നാണ് അർത്ഥം കേട്ടോ.
യെസ്. ദെൻ ഇറ്റ് സീം ടു മീ മൈ മിസ്ഗിവിങ്സ് ഹാഡ് നോ ബേസിസ്. എന്താ പറയുന്നത്? എൻ്റെ ചിന്തകൾ അല്ലേ, എന്തൊക്കെയോ സംശയങ്ങളും ഭയം, പേടിയൊക്കെ ഉണ്ടായിരുന്നു. അതിനൊന്നും ഒരു ബേസുമില്ല, ഒരു അർത്ഥവുമില്ല എന്ന് എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. കാരണം പെട്ടെന്ന് എനിക്ക് കൂട്ടുകാരെ കിട്ടി, ഫ്രണ്ട്സിനെ കിട്ടി, ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ കിട്ടി കൂട്ടുകാരായിട്ട്, സ്നേഹിക്കാൻ എനിക്ക് കുട്ടികളെ കിട്ടി. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ ഈ പേടിയൊക്കെ വെറുതെ ഉള്ളതായിരുന്നു, സംശയങ്ങളൊക്കെ വെറുതെ ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഇനി 11ാമത്തെ പാരഗ്രാഫ് നോക്കൂ. ഐ ഹാഡ് നെവർ ഇമാജിൻഡ് സ്കൂൾ വുഡ് ഹാവ് ദിസ് റിച്ച് വെറൈറ്റി. ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല സ്കൂളിൽ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. വി പ്ലേഡ് ഓൾ സോർട്സ് ഓഫ് ഗെയിംസ്. ഞങ്ങൾ എല്ലാ തരത്തിലുള്ള ഗെയിമുകളും കളിച്ചു. സ്വിങ്സ്, ഊഞ്ഞാലാടി, ദ വോൾട്ടിംഗ് ഹോഴ്സ്, ബോൾ ഗെയിംസ്, പലതരത്തിലുള്ള ഗെയിമുകൾ കളിച്ചു കേട്ടോ. വോൾട്ടിംഗ് ഹോഴ്സ് ആണ് കുതിരപ്പുറത്തുള്ള കളികളാണ്. ബോൾ ഗെയിംസ്, ബോൾ എറിഞ്ഞിട്ടുള്ള കളികൾ, അങ്ങനെ പലതരത്തിലുള്ള ഗെയിമുകൾ കളിച്ചു. ഇൻ ദ മ്യൂസിക് റൂം വി ചാൻറ്റഡ് അവർ ഫസ്റ്റ് സോങ്. മ്യൂസിക് റൂമിൽ പോയിട്ട് ഞങ്ങൾ പാട്ട് പാടാൻ തുടങ്ങി, പാട്ട് പാടി. വി ഓൾസോ ഹാഡ് അവർ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ലാംഗ്വേജ്. ഞങ്ങൾ ലാംഗ്വേജിനൊക്കെ ഞങ്ങൾ ഇൻട്രൊഡക്ഷൻ ചെയ്തു. വി സോ എ ഗ്ലോബ് ഓഫ് ദ എർത്ത് വിച്ച് റിവോൾവ്ഡ് ആൻഡ് ഷോവ്ഡ് ദ വേരിയസ് കോണ്ടിനെൻറ്റ്സ് ആൻഡ് കൺട്രീസ്. ഞങ്ങൾ വലിയൊരു ഗ്ലോബ് കാണിച്ചു. അതിൽ കോണ്ടിനെൻറ്റ്സിലെ ഭൂഖണ്ഡങ്ങളും രാജ്യങ്ങളും ഒക്കെ അതിൽ കണ്ടു. അതിങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ, ഗ്ലോബ് റിവോൾവ് ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ അച്ചുതണ്ടിൽ അല്ലേ. യെസ്, ഗ്ലോബ് കണ്ടില്ലേ എല്ലാവരും? ഓക്കെ. പിന്നെയോ വി സ്റ്റാർട്ടഡ് ലേണിംഗ് ദ നമ്പേഴ്സ്. ഞങ്ങൾ നമ്പേഴ്സ് പഠിക്കാൻ വേണ്ടി തുടങ്ങി. വി എയ്റ്റ് ഡിലീഷ്യസ് ഫുഡ്. ഞങ്ങൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചു. ടുക്ക് എ ലിറ്റിൽ നാപ്പ്. ഞങ്ങൾ കുറച്ച് നേരം കിടന്നുറങ്ങി. ലിറ്റിൽ നാപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം കിടന്നുറങ്ങി, റെസ്റ്റ് എടുത്തു. ആൻഡ് വോക്ക് അപ്പ് ടു ഗോ ഓൺ വിത്ത് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലവ്, പ്ലേ ആൻഡ് ലേണിംഗ്. വീണ്ടും എഴുന്നേറ്റ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി, പിന്നെ സ്നേഹം, കളിച്ചു, പഠിച്ചു, ഇതൊക്കെ ചെയ്തു. സോ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന ഇടമാണ് ഒരു സ്കൂളെന്ന് എനിക്കൊരിക്കലും അറിയില്ലായിരുന്നു. അറിഞ്ഞപ്പോൾ വളരെ ഹാപ്പിയായി കുട്ടി. അടുത്തത് 12ാമത്തെ പാരഗ്രാഫ് നോക്കൂ. ആസ് അവർ പാത്ത് റിവീൽഡ് ഇറ്റ് സെൽഫ് ടു അസ്, however we did not find it as totally sweet and unclouded. എന്താ പറയുന്നത്? അങ്ങനെ നമ്മുടെ മുമ്പിൽ പാത താനെ തെളിഞ്ഞു വന്നു അല്ലേ, നമ്മുടെ വഴി എന്താണെന്ന് താനെ തെളിഞ്ഞു വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അതായത് ജീവിതയാത്രയാണ് പറയുന്നത് കേട്ടോ. ജീവിതത്തിൽ മാറി മാറി വരുന്ന ജീവിതയാത്ര അല്ലേ, കാലം കടന്നു പോകുന്നു. അങ്ങനെ ആയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ജീവിതം അത്ര മധുരമുള്ളത് മാത്രമല്ല അല്ലേ, മേഘങ്ങളില്ലാത്തതും മധുരമുള്ളതും മാത്രമല്ല എന്ന് മനസ്സിലായി. അപ്പോൾ വിഷമങ്ങളൊക്കെ ഉള്ളതാണ് ജീവിതമെന്ന് അവർക്ക് മനസ്സിലായി. ഡസ്റ്റ് ലാഡൻ വിൻസ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ആക്സിഡൻറ്റ്സ് കുഡ് ഹാപ്പൻ സഡൻലി. പൊടി നിറഞ്ഞ കാറ്റുകളും, ഡസ്റ്റ് ലാഡൻ എന്ന് പറഞ്ഞാൽ പൊടി നിറഞ്ഞ കാറ്റുകളും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അല്ലെ, ആക്സിഡൻറ്റ്സ്, അപകടങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കാം. എന്ന് വെച്ചാൽ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പെട്ടെന്നുണ്ടാകാം എന്നാണ് അർത്ഥം. സോ വി ഹാഡ് ടു ബി വാച്ച്ഫുൾ ആൻഡ് വെരി പേഷ്യൻറ്റ്. നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം, നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. ഇറ്റ് വാസ് നോട്ട് ഓൾ എ മാറ്റർ ഓഫ് പ്ലേയിങ് ആൻഡ് ഫൂളിങ് അറൗണ്ട്. ലൈഫ് എന്ന് പറയുന്നത് കളിച്ചുകൊണ്ട് അല്ലെ തമാശ കൊണ്ട് നടക്കുന്ന ഒരു കാലം മാത്രമല്ല, അതുമാത്രമല്ല ജീവിതമെന്ന് മനസ്സിലായി. റൈവൽറീസ് കുഡ് ബ്രിങ് അബൌട്ട് പെയിൻ ആൻഡ് ഹേറ്റ്രഡ് ഓർ ഗിവ് റൈസ് ടു ഫൈറ്റിംഗ്. പരസ്പര മത്സരങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അല്ലേ. പരസ്പര മത്സരങ്ങൾ കാരണം എല്ലാവർക്കും തമ്മിൽ ശത്രുതയുണ്ടാകാം, വെറുപ്പുണ്ടാകാം, വേദനയുണ്ടാകാം, പിന്നെ അടി പോലെയുള്ള വലിയ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ പരസ്പര മത്സരങ്ങൾ കാരണമാകുന്നു. ആൻഡ് വൈൽ ദ വുമൺ വുഡ് സംടൈംസ് സ്മൈൽ, ഷീ വുഡ് ഓഫൺ സ്കൗൾ ആൻഡ് സ്കോൾഡ്. എന്താ പറയുന്നത്? ആ വുമൺ എങ്ങനെയാണ്? ചില വുമൺ, അതായത് എനിക്ക് തോന്നുന്നു ആ ടീച്ചറെ കുറിച്ചായിരിക്കും പറയുന്നുണ്ടാവുക ഇവിടെ അല്ലേ. ആ ടീച്ചർ എങ്ങനെയാണ്? സംടൈംസ് ചിലപ്പോൾ അവർ ചിരിക്കും, ചിലപ്പോൾ വല്ലാണ്ട് പുച്ഛിക്കുകയും ശകാരിക്കുകയും ചെയ്യും ആ വുമൺ, ആ ലേഡി. പിന്നെയോ ഈവൻ മോർ ഫ്രീക്വൻ്റ്ലി ഷീ വുഡ് റിസോർട്ട് ടു ഫിസിക്കൽ പണിഷ്മെൻറ്റ്. പലപ്പോഴും അവർ ഞങ്ങളെ ഫിസിക്കലി പണിഷ് ചെയ്തിട്ടുണ്ട് അല്ലേ, അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഫിസിക്കലി, ശാരീരികമായിട്ട് പോലും പണിഷ് ചെയ്തിട്ടുണ്ട് ആ ടീച്ചർ, നമ്മൾ നേരത്തെ പറഞ്ഞ വുമൺ. ദ ബെൽ റാങ് അനൗൺസിങ് ദ പാസിംഗ് ഓഫ് ദ ഡേ ആൻഡ് ദ എൻഡ് ഓഫ് വർക്ക്. എന്താ പറയുന്നത്? അങ്ങനെ മണി അടിച്ചു, അങ്ങനെ പാസിംഗ് ഓഫ് ദ ഡേ, ആ ദിവസം കഴിഞ്ഞു എന്നാൽ അറിയിക്കാൻ വേണ്ടിയുള്ള മണി അടിച്ചു. ദ ത്രോങ്സ് ഓഫ് ചിൽഡ്രൻ റഷ് ടുവേർഡ് ദ ഗേറ്റ്. കുട്ടികളുടെ കൂട്ടം, ത്രോങ്സ് ഓഫ് ചിൽഡ്രൻ, കുട്ടികളുടെ കൂട്ടം ഗേറ്റിന് ലക്ഷ്യമാക്കി ഓടി. വിച്ച് വാസ് ഓപ്പൺഡ് അഗെയിൻ. വീണ്ടും ആ ഗേറ്റുകൾ തുറന്നു കിടപ്പുണ്ടായിരുന്നു.
ഐ ബേഡ് ഫെയർവെൽ ടു ഫ്രണ്ട്സ് ആൻഡ് സ്വീറ്റ് ഹാർട്ട്സ് ആൻഡ് പാസ്ഡ് ത്രൂ ദ ഗേറ്റ്. ഞാൻ എൻ്റെ സ്വീറ്റ് ഹാർട്ട്സിനോട്, അതായത് ഞാൻ സ്നേഹിക്കുന്ന ആൾക്കാരും എൻ്റെ കൂട്ടുകാരോടൊക്കെ ശരി ഞാൻ പോയിട്ട് വരട്ടെ എന്ന് യാത്രയും പറഞ്ഞ് ഞാൻ ഗേറ്റിലേക്കൂടി കടന്നു. ഐ പീഡ് അറൗണ്ട് ബട്ട് ഫൗണ്ട് നോ ട്രേസ് ഓഫ് മൈ ഫാദർ ഹു ഹാഡ് പ്രോമിസ്ഡ് ടു ബി ദർ. എന്താണ്, ഞാനിങ്ങനെ ഉറ്റുനോക്കി, പുറത്തൊക്കെ ഇങ്ങനെ നോക്കിയല്ലേ, ഉറ്റുനോക്കി. ഞാൻ ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴേക്കും നിന്നെ കൂട്ടാൻ വേണ്ടി ഞാനിവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് എൻ്റെ അച്ഛനെ കാണാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് ആകാംക്ഷയോട് കൂടി ഉറ്റുനോക്കി. പക്ഷേ എന്താണ്, അവിടെ അച്ഛന് ട്രേസ് ഓഫ് മൈ ഫാദർ, എൻ്റെ അച്ഛൻ്റെ പൊടി പോലും അവിടെയൊന്നും കാണാൻ വേണ്ടി കഴിഞ്ഞില്ല, എൻ്റെ അച്ഛനെ അവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നാണ് അർത്ഥം. ഐ സ്റ്റെപ്ഡ് aside ടു വെയിറ്റ്. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. വെൻ ഐ ഹാഡ് വെയിറ്റഡ് ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് അവെയിൽ ഐ ഡിസൈഡ് ടു റിട്ടേൺ ഹോം ഓൺ മൈ ഓൺ. എന്താണ്, കുറച്ച് നേരം അച്ഛന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അച്ഛനെ കാണാത്തത് കൊണ്ട് ഞാൻ തന്നെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. ആഫ്റ്റർ ഐ ഹാഡ് ടേക്കൺ എ ഫ്യൂ സ്റ്റെപ്സ് എ മിഡിൽ ഏജ്ഡ് മാൻ പാസ്ഡ് ബൈ ആൻഡ് ഐ റിയലൈസ്ഡ് അറ്റ് വൺസ് ദാറ്റ് ഐ ന്യൂ ഹിം. എന്താണ്, ഞാനങ്ങനെ കുറച്ച് സ്റ്റെപ്പ് നടന്നപ്പോൾ മധ്യവയസ്കനായിട്ടുള്ള ആൾ എന്നെ പാസ് ചെയ്ത് പോയി. അപ്പോൾ എനിക്ക് അയാളെ അറിയാലോ എന്ന് ഞാൻ ചിന്തിച്ചു. ഹി കെയിം ടുവേർഡ് മീ സ്മൈലിംഗ് ആൻഡ് ഷുക്ക് മീ ബൈ ദ ഹാൻഡ് സേയിങ് ഇറ്റ്സ് എ ലോങ് ടൈം സിൻസ് വി ലാസ്റ്റ് മെറ്റ്, ഹൗ ആർ യു. എന്താ പറയുന്നത്, നമ്മൾ കണ്ടിട്ട് കുറേ നാളായല്ലോ, സുഖമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആ മധ്യവയസ്കനായിട്ടുള്ള ആൾ വന്നിട്ട് എനിക്ക് ഷേക്ക് ഹാൻഡ് തന്നു, കൈ തന്നു അല്ലേ. വിത്ത് എ നോഡ് ഓഫ് മൈ ഹെഡ് ഐ അഗ്രീഡ് വിത്ത് ഹിം ആൻഡ് ഇൻ ടേൺ ആസ്ഡ് ആൻഡ് യു ഹൗ ആർ യു. എന്താണ്, ഓക്കെ സുഖമല്ലേ ചോദിച്ചപ്പോൾ അതെ എന്ന് പറഞ്ഞ് തല കുലുക്കിക്കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, നിങ്ങൾ സുഖമായിരിക്കുന്നു എന്ന് തിരിച്ചു ചോദിച്ചു. ആസ് യു ക്യാൻ സീ നോട്ട് ഓൾ ദാറ്റ് ഗുഡ് ദ ഓൾ മൈറ്റ് ബി പ്രൈസ്ഡ്. എന്താ പറയുന്നത്, നിങ്ങൾ കാണുന്നത് പോലെ എത്ര നല്ലതൊന്നുമല്ല, എന്നാലും ദൈവത്തിന് നന്ദി പറഞ്ഞേ തീരുള്ളൂ എന്ന് ആ മധ്യവയസ്കൻ പറഞ്ഞു. എഗെയിൻ ഹി ഷുക്ക് മീ ബൈ ദ ഹാൻഡ് ആൻഡ് വെൻറ്റ് ഓഫ്. വീണ്ടും കൈ തന്നിട്ട് ഷേക്ക് ഹാൻഡ് തന്നിട്ട് അയാൾ നടന്നുപോയി. ഐ പ്രൊസീഡഡ് എ ഫ്യൂ സ്റ്റെപ്സ് ദെൻ കെയിം ടു എ സ്റ്റാർട്ടിൽഡ് ഹാൾട്ട്. എന്താണ്, ഞാൻ കുറച്ച് മുമ്പോട്ടല്ലേ കുറച്ച് സ്റ്റെപ്സ് കൂടെ നടന്നിട്ട് പെട്ടെന്ന് ഞെട്ടിയിട്ട് അവിടെ നിന്നു. സ്റ്റാർട്ടിൽഡ് ഹാൾട്ട് എന്ന് പറഞ്ഞാൽ ഞെട്ടി സ്റ്റോപ്പായി, ഞെട്ടി നിന്നുപോയി. ഗുഡ് ലോഡ്, എൻ്റെ ദൈവമേ, വേർ വാസ് ദ സ്ട്രീറ്റ് ലൈൻ വിത്ത് ഗാർഡൻസ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ രാവിലെ സ്കൂളിലേക്ക് വരുമ്പോൾ കണ്ട ആ തെരുവ് എവിടെ, ആ വഴി എവിടെ, രണ്ട് സൈഡിലും മുഴുവൻ പൂന്തോട്ടത്തോളം നിറഞ്ഞു നിന്ന് ആ വഴി ഇപ്പോൾ എവിടെ എൻ്റെ ദൈവമേ എന്ന് അദ്ദേഹം ചിന്തിച്ചു. വേർ ഹാഡ് ഇറ്റ് ഡിസപ്പിയർഡ് ടു, അതിപ്പോൾ എങ്ങോട്ടേക്കാണ് അപ്രത്യക്ഷമായത്. വെൻ ഡിഡ് ഓൾ ദീസ് വെഹിക്കിൾസ് ഇൻവേഡ് ഇറ്റ്. എപ്പോഴാണ് ഈ വാഹനങ്ങൾ, ഇത്രയധികം വാഹനങ്ങൾ ഇവിടെ എങ്ങനെ വന്നു, അല്ലെങ്കിൽ ഈ വാഹനങ്ങൾ എങ്ങനെയാണ് ആ രണ്ട് സൈഡും പൂന്തോട്ടം നിറഞ്ഞു വന്ന് ആ റോഡിനെ ഇങ്ങനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയത്, എപ്പോഴാണ് ഇത്രയും വാഹനങ്ങൾ ഇവിടെ വന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ആൻഡ് വെൻ ഡിഡ് ഓൾ ദീസ് ഹോട്ട്സ് ഓഫ് ഹ്യൂമാനിറ്റി കം ടു ലിവ് അപ്പോൺ ഇറ്റ്സ് സർഫേസ്. എന്താ ചോദിക്കുന്നത്, എപ്പോഴാണ് ഇങ്ങനെ ഇത്രയും ജനങ്ങൾ, ഹോട്ട്സ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കൂട്ടങ്ങൾ അല്ലേ, മനുഷ്യരുടെ കൂട്ടങ്ങൾ എപ്പോഴാണ് ഇവിടെ ഇങ്ങനെ വന്ന് നിറഞ്ഞത്. ഹൗ ഡിഡ് ദീസ് ഹിൽസ് ഓഫ് റിഫ്യൂസ് കം ടു കവർ ഇറ്റ് സൈഡ്സ്. എങ്ങനെയാണ് ഈ മാലിന്യ കൂമ്പാരങ്ങൾ ഇവിടെ വന്ന് നിറഞ്ഞത്, ഈ രണ്ട് സൈഡിലും എങ്ങനെയാണ് ഇത്രയും മാലിന്യ കൂമ്പാരങ്ങൾ വന്ന് നിറഞ്ഞത്. ആൻഡ് വേർ വേർ ദ ഫീൽഡ്സ് ദാറ്റ് ബോർഡേർഡ് ഇറ്റ്. ഇതിൻ്റെ സൈഡ്സിൽ ഇങ്ങനെ മുഴുവൻ പാടങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു അല്ലേ, കൃഷിപ്പാടങ്ങൾ, എന്തൊക്കെയോ ചെടികളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, പഴങ്ങളൊക്കെയുള്ള പാടങ്ങളുണ്ടായിരുന്നു, അതൊക്കെ എങ്ങോട്ട് പോയി എന്ന് അദ്ദേഹം ചിന്തിക്കലാണ്. ഹൈ ബിൽഡിങ്സ് ഹാഡ് ടേക്കൺ ഓവർ. അവിടെയൊക്കെ വലിയ കെട്ടിടങ്ങൾ വന്ന് നിറഞ്ഞു. ദ സ്ട്രീറ്റ് സർച്ച് വിത്ത് ചിൽഡ്രൻ. അവിടെ മുഴുവൻ ഒരുപാട് കുട്ടികളുണ്ട് റോഡിൽ മുഴുവനായിട്ട്. ആൻഡ് ഡിസ്റ്റർബിങ് നോയ്സസ് ഷുക്ക് ദ എയർ. മുഴുവൻ ഒച്ചപ്പാടും ബഹളമൊക്കെയാണ്, അന്തരീക്ഷത്തിൽ മുഴുവൻ ഒച്ചപ്പാടും ബഹളവുമാണ്. ദെൻ ദർ വാസ് എ ബാൻഡ് അനൗൺസിങ് ദ ഓപ്പണിംഗ് ഓഫ് എ സർക്കസ്. പിന്നെ പെട്ടെന്ന് ഒരു സർക്കസ് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ പരസ്യം അല്ലേ, ബാൻഡ് മേളം കൊണ്ട് കുറച്ച് ആൾക്കാർ വന്നു. വിത്ത് ക്ലൗൺസ് ആൻഡ് വെയ്റ്റ് ലിഫ്റ്റേഴ്സ് വാക്കിംഗ് ഇൻ ഫ്രണ്ട്. കോമാളികൾ അല്ലേ, സർക്കസ് ആകുമ്പോൾ അവിടെ കോമാളികളുണ്ടാവും, കോമാളികളും പിന്നെ വെയ്റ്റ് ലിഫ്റ്റേഴ്സൊക്കെ അതിന് മുമ്പിലായിട്ട് നടന്നുപോയി. എ ലൈൻ ഓഫ് ട്രക്സ് ക്യാരിയിങ് സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്സ് ക്രോൾഡ് മെജസ്റ്റിക്കലി ബൈ. എന്താ പറയുന്നത്, നമ്മുടെ സുരക്ഷാ സേനയെ കൊണ്ടുപോകുന്നതിനായിട്ട് ഒരുപാട് ട്രക്കുകൾ ഇങ്ങനെ നിരനിരയായിട്ട് പതുക്കെ കടന്നുപോയി എന്നാണ് പറയുന്നത്. ദ സൈറൻ ഓഫ് എ ഫയർ എൻജിൻ shrieked and it was not clear how the vehicle would cleave its way to reach the blazing fire. എന്താ പറയുന്നത്, അങ്ങനെ വലിയ ഒച്ചത്തിലൊരു ഫയർ എൻജിൻ്റെ ഒച്ച കേട്ടു. ഷ്രീക്ക് എന്ന് പറഞ്ഞാൽ നിലവിളിച്ചു, അതായത് ഫയർ എൻജിൻ്റെ ആ സൗണ്ട് വന്നു.
ആൻഡ് ഇറ്റ് വാസ് നോട്ട് ക്ലിയർ ഹൗ ടു എങ്ങനെയാണ് ഈ റോഡുകൾ ഇത്രയും വെഹിക്കിളൊന്ന് മാറിക്കൊടുക്കുക അല്ലെ. ക്ലീവ് എന്ന് പറഞ്ഞാൽ പിളർക്കുക, ദാറ്റ് മീൻസ് വഴി കൊടുത്തിട്ട് എങ്ങനെയാണ് ഈ ഫയർ എൻജിൻ ആ തീ ആളി കത്തുന്നിടത്തേക്ക് എത്തുക എന്ന് എനിക്ക് അറിയില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ബ്ലേസിങ് ഫയർ എന്ന് പറഞ്ഞാൽ ആളി കത്തുന്ന തീ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. എങ്ങനെയാണ് ഈ ട്രാഫിക്കിലേക്കൂടി ഈ ഫയർ എൻജിൻ അവിടെ എത്തുക എന്ന് അറിയില്ല. A battle raged between a taxi driver and his passenger, while the passenger's wife called out for help and no one answered. എന്താ പറയുന്നത്, ടാക്സിക്കാരനും അതിൽ ടാക്സിക്കാരനും പാസഞ്ചറും തമ്മിൽ വഴക്ക് കൂടുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആ പാസഞ്ചറിൻ്റെ ഭാര്യ ഒച്ചത്തിൽ കരയുന്നുണ്ടായിരുന്നു, സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ടായിരുന്നു. പക്ഷേ ആരും തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയില്ല. ആരും നോ വൺ ആൻസേർഡ്, ആരും മറുപടി കൊടുത്തില്ല. ഗുഡ് ഗോഡ്, ഐ വാസ് ഇൻ എ ഡേയ്സ്. എന്താ പറയുന്നത്, ഓ മൈ ഗോഡ്, എൻ്റെ ദൈവമേ, ഞാൻ ആകെ ആശയക്കുഴപ്പത്തില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയായി. മൈ ഹെഡ് സ്പൺ, എനിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. ഐ ഓൾമോസ്റ്റ് വെൻറ്റ് ക്രേസി, എനിക്ക് ആകെ വട്ടാകുന്നൊരു ഫീലായി. ഹൗ കുഡ് ഓൾ ദിസ് ഹാവ് ഹാപ്പൻഡ് ഇൻ ഹാഫ് എ ഡേ ബിറ്റ്വീൻ ഏർലി മോർണിംഗ് ആൻഡ് സൺസെറ്റ്. എന്താ പറയുന്നത്, ഒരു ദിവസത്തിനല്ലേ, രാവിലെ സ്കൂളിൽ കൊണ്ടുപോയി വൈകുന്നേരം സൺസെറ്റ് ആകുന്നതിന് മുമ്പിൽ സ്കൂളിൽ നിന്ന് ഇറങ്ങി, എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ ഒരു ദിവസത്തിനുള്ളിൽ ഹാഫ് എ ഡേയിൽ ഇതൊക്കെ സംഭവിച്ചത് എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. പിന്നെയോ, ഐ വുഡ് ഫൈൻഡ് ദ ആൻസർ അറ്റ് ഹോം വിത്ത് മൈ ഫാദർ. ഞാൻ വീട്ടിൽ പോയിട്ട് എൻ്റെ അച്ഛൻ്റെ കൂടെ ഇരുന്നിട്ട് ഇതിനൊക്കെ മറുപടി കണ്ടുപിടിക്കാം, ഉത്തരം കണ്ടുപിടിക്കാം. ബട്ട് വേർ വാസ് മൈ ഹോം? ഐ കുഡ് സീ ഓൺലി ടോൾ ബിൽഡിങ്സ് ആൻഡ് ഹോട്ട്സ് ഓഫ് പീപ്പിൾ. പക്ഷേ എൻ്റെ വീടിപ്പോൾ എവിടെയാണ്? വീടിരിക്കുന്ന സ്ഥലം അങ്ങനെ മുഴുവൻ ബിൽഡിങ്ങുകളാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. എൻ്റെ വീട് എവിടെയാണ്? കാണാൻ കഴിയുന്ന മുഴുവൻ ജനങ്ങളുടെ കൂട്ടവും ബിൽഡിങ്ങുകളും മാത്രമാണ് എന്നാണ് പറയുന്നത്. ഐ ഹേസ്റ്റൻഡ് ഓൺ ടു ദ ക്രോസ് റോഡ്സ് ബിറ്റ്വീൻ ദ ഗാർഡൻസ് ആൻഡ് അബൂഖോഡ. എന്താ പറയുന്നത്, ഞാൻ ധൃതി കൂട്ടി. എന്തിനാണ്? ആ ക്രോസ് റോഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, അതായത് അബൂഖോഡയുടെയും ഗാർഡൻസിൻ്റെ ഇടയിലേക്കുള്ള ക്രോസ് റോഡിലേക്ക് അല്ലേ, കട്ട് റോഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഷോർട്ട് കട്ടിലേക്ക് കയറാൻ വേണ്ടി ഞാൻ വളരെ ധൃതി കൂട്ടി. ഐ ഹാഡ് ടു ക്രോസ് അബൂഖോഡ ടു റീച്ച് മൈ ഹൗസ്. ഈ അബൂഖോഡ കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ വീട്ടിലെത്താൻ. അബൂഖോഡ എന്ന് പറയുന്നത് ഈജിപ്തിലുള്ള ഒരു സ്ഥലമാണ്, കൈറോയിലുള്ള ഒരു സ്ഥലം. ദ നെയിം ഓഫ് എ സ്ട്രീറ്റ് ഇൻ കൈറോ, ഈജിപ്താണ് അബൂഖോഡ കേട്ടോ. എൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്, നോക്കൂ. യെസ്, ദ ഫയർ എൻജിൻ ഓക്കെ ബട്ട് ദ സ്ട്രീം ഓഫ് കാർസ് വുഡ് നോട്ട് ലെറ്റ് അപ്പ്. എന്താ പറയുന്നത്, എനിക്ക് ഈ അബൂഖോഡ എന്നുള്ള ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാൻ. പക്ഷേ ഇവിടെയുള്ള ഈ വാഹനങ്ങളുടെ അരുവി എന്നാണ് പറയുന്നത്, അതായത് അത്രയും വാഹനങ്ങളാണ്. ഈ വാഹനങ്ങൾ കടന്നിട്ട് ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം എനിക്ക് അപ്പുറത്തെത്താൻ. ഈ വാഹനങ്ങളുടെ അരുവി, അതായത് ഈ വാഹനങ്ങൾ എന്നെ ക്രോസ് ചെയ്യാൻ വേണ്ടി വിടുന്നില്ല എന്നാണ് അവിടെ അർത്ഥം കേട്ടോ. ദ ഫയർ എൻജിൻ സൈറൻ വാസ് ഷ്രീക്കിംഗ് അറ്റ് ഫുൾ പിച്ച് ആസ് ഇറ്റ് മൂവ്ഡ് അറ്റ് എ സ്നെയിൽസ് പേസ് ആൻഡ് ഐ സെഡ് ടു മൈസെൽഫ് ലെറ്റ് ദ ഫയർ ടേക്ക് ഇറ്റ്സ് പ്ലഷർ ഇൻ വാട്ട് ഇറ്റ് കൺസ്യൂംസ്. എന്താ പറയുന്നത്, ഈ ഫയർ എഞ്ചിൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കലാണ്, കാരണം അതിന് മൂവ് ചെയ്യാൻ പറ്റുന്നത്. അതൊരു സ്നെയിൽ ഒച്ച എഴിയുന്ന പോലെ അത്രയും സ്ലോ ആയിട്ടാണ് ഇതിലേക്കൂടി എഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ആ തീ എന്തൊക്കെയാണോ അതിന് കൺസ്യൂം ചെയ്യാൻ പറ്റും, അത് എന്തൊക്കെയാണോ അതിന് തിന്നാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തൊക്കെ കത്തിപ്പിച്ച് നശിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യട്ടെ, അല്ലെ അത് എൻജോയ് ചെയ്യട്ടെ അതിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞു. കാരണം അത്രയും പതുക്കെ ഈ ഫയർ എഞ്ചിൻ അവിടെ എത്താൻ വേണ്ടി പറ്റുള്ളൂ ഈ ട്രാഫിക്കിൽ. എക്സ്ട്രീംലി ഇറിറ്റേറ്റഡ്, എനിക്ക് അത്രയും ഇറിറ്റേഷൻ തോന്നി, അത്രയും ദേഷ്യം വന്നു എനിക്ക്. ഐ വണ്ടേർഡ് വെൻ ഐ വുഡ് ബി ഏബിൾ ടു ക്രോസ്, എപ്പോഴാണ് ഈ റോഡൊന്ന് ക്രോസ് ചെയ്യാൻ പറ്റുമെന്ന് ഓർത്ത് ഞാനിങ്ങനെ വണ്ടർ ചെയ്ത് നിന്നു. ഐ സ്റ്റുഡ് ദർ എ ലോങ് ടൈം അണ്ടിൽ ദ യങ് ലാഡ് എംപ്ലോയിഡ് അറ്റ് ദ അയണിങ് ഷോപ്പ് ഓൺ ദ കോർണർ കെയിം അപ് ടു മീ. ഒരു ചെറുപ്പക്കാരൻ അവിടെ അടുത്തുള്ള ഒരു അയണിങ് ഷോപ്പിൽ, ഡ്രസ്സൊക്കെ അയൺ ചെയ്യുന്ന ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വരുന്നവരെ ഞാൻ അങ്ങനെ തന്നെ നിൽക്കേണ്ടി വന്നു, റോഡ് ക്രോസ് ചെയ്യാൻ പറ്റാണ്ട് നിൽക്കേണ്ടി വന്നു. ഹി സ്ട്രെച്ച്ഡ് ഔട്ട് ഹിസ് ആം ആൻഡ് സെഡ് ഗാലന്റ്ലി. അവൻ്റെ കൈ എനിക്ക് ധൈര്യത്തോടു കൂടി നീട്ടിയിട്ട് എന്നോട് പറഞ്ഞു, ധൈര്യമായിട്ട് എന്നോട് പറഞ്ഞു, ഗ്രാൻഡ് പാ ലെറ്റ് മീ ടേക്ക് യു എക്രോസ്. മുത്തശ്ശ വരൂ, ഞാൻ നിങ്ങളെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി സഹായിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് സ്കൂളിലേക്ക് പോയ ചെറിയ കുട്ടി ഇപ്പോൾ ആരായി? മുത്തശ്ശനായി മാറി കേട്ടോ. യെസ്, അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? രാവിലെ സ്കൂളുകളിലേക്ക് പോയതൊരു ചെറിയ കുട്ടിയായിട്ടായിരുന്നു, പക്ഷേ സ്കൂൾ വിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അയാളൊരു മുത്തശ്ശനായ ഒരു വയസ്സായ ആളായിട്ട് മാറി. അതായത് നമ്മുടെ ജീവിതകാലമാണ് കാണിക്കുന്നത് അല്ലേ. ഈ അര ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതകാലമാണ്, സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിത യാത്രയാണ് കേട്ടോ. കുട്ടി മനുഷ്യൻ്റെ ബാല്യകാലം, മുത്തശ്ശൻ മനുഷ്യൻ്റെ വാർദ്ധക്യകാലം എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ കുട്ടിയിൽ നിന്ന് മുത്തശ്ശനിലേക്കുള്ള യാത്രയാണ് ഇവിടെ പറഞ്ഞത്. സ്കൂളിൽ സന്തോഷത്തോടു കൂടി പോകുന്നു, പിന്നീട് വയസ്സനാവുന്നു അല്ലേ, അതാണ് പറയുന്നത്. വളരെ രസകരമായിട്ടൊരു സ്റ്റോറിയാണ്. സോ ഇത്രയേ ഉള്ളൂ യൂണിറ്റ് കഴിഞ്ഞിട്ടില്ല. സോ അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു സ്റ്റോറി, ചെറിയൊരു സ്റ്റോറിയാണ്, കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസൊക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.